ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഇവിടെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നാം ഈ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കാൻ തയ്യാറുണ്ടാവണം. കാരണം പ്രയത്നിക്കുന്നവർക്കല്ലേ വിജയമുള്ളൂ. അപ്പം ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് നാം അർജുനനെ പോലെ ഒരു യുദ്ധക്കളത്തിലാണെന്ന് ആദ്യം നാം തിരിച്ചറിയണം. അർജുനൻ നിൽക്കുന്ന യുദ്ധക്കളം എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കൗരവ സൈന്യത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന പാണ്ഡവ സൈന്യത്തിലെ ഒരു യോദ്ധാവാണ് അർജുനൻ. നമ്മളെ സംബന്ധിച്ചുള്ള യുദ്ധക്കളം എന്ന് പറയുന്നത് പുറമേയുള്ള ആളുകളുടെ പ്രവൃത്തിയും സ്വഭാവവും പെരുമാറ്റവും ഒക്കെ ഒരു ഘടകമാണ്. പക്ഷേ യഥാർത്ഥ യുദ്ധക്കളം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ മനസ്സിൻ്റെ ഉള്ളിലാണ്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും തമ്മിലുള്ള യുദ്ധം. അതായത് ബാഹ്യ പ്രേരണകളിൽ സ്വാധീനിക്കപ്പെടുന്ന മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും വിട്ട് അത് ബാഹ്യപ്രകൃതിയിൽ എക്സ്റ്റേണൽ ഫോഴ്സുമായിട്ട് മറ്റുള്ളവരുടെ വാക്കും പ്രവൃത്തിയുമായി ചേർന്ന് കലുഷിതമാകുമ്പോൾ, അസ്വസ്ഥമാകുമ്പോൾ നാം ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടവരായി. എന്നാൽ പുറത്തുനിന്ന് എന്ത് തന്നെ പ്രകൃതി പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചാലും ആ മനസ്സ് അതിനെ മറികടക്കാനുള്ള കരുത്ത് നേടുമ്പോൾ, ശക്തി നേടുമ്പോൾ ഈ യുദ്ധത്തിൽ നാം വിജയിച്ചു. അപ്പം മനസ്സെന്ന യോദ്ധാവിനെ, മനസ്സെന്ന അർജുനനെ തൻ്റെ നേരെ വന്ന് ചേരുന്ന വാക്കുകളുടെ, പ്രവൃത്തികളുടെ കൗരവ പടയിൽ നിന്നും ഉയർത്തിയെടുക്കാൻ, അതിൽ നിന്ന് മറികടന്ന് പുറത്തു വരാൻ, അല്ലെങ്കിൽ ആ ശത്രു സൈന്യത്തെ എതിരേറ്റ് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നിടത്താണ് വിജയം നാം കൈവരിക്കുന്നത്. ഈ യുദ്ധക്കളത്തിൽ നാം മറ്റുള്ളവരുടെ വാക്കിലും പ്രവൃത്തിയിലും തളർന്നു പോയാൽ, പരിഭവപ്പെട്ടു പോയാൽ, പരാധീനതരായ, പരവശരായ നാം ഈ യുദ്ധത്തിൽ തോറ്റുപോയി. അപ്പം അതുകൊണ്ട് നാം ഇവിടെ അർജുനനെ പോലെ ഒരു യുദ്ധം ഭൂമിയിലാണെന്ന് എപ്പോഴും ഓർക്കുക. ഈ യുദ്ധം നമ്മുടെ തന്നെ മനസ്സിൻ്റെ ദൗർബല്യങ്ങളാകുന്ന ശത്രുക്കളെ മറികടക്കാനുള്ള യുദ്ധമാണെന്ന് ഓർക്കുക. ഒരു വശത്ത് നിങ്ങളെ താഴോട്ട് വലിക്കുന്ന നിങ്ങളുടെ ദുർബല ചിന്തകളായ വേദന, വിഷമം, വിഷാദം, സ്വാർത്ഥത, അങ്ങനെ പല ദുർബല ചിന്തകളും. അതിനെ നമുക്ക് മറികടക്കാൻ എങ്ങനെ സാധിക്കും? ഗീത ആ രഹസ്യമാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഭാരതത്തിലുള്ള ആളുകൾക്ക് മാത്രം വേണ്ടിയിട്ട് എഴുതിയതല്ല, സമസ്ത ലോകത്തിലും. ജാതിയില്ല, മതമില്ല, ഗീതയ്ക്ക് പ്രത്യേകിച്ച് മതമില്ല. ഇതെല്ലാം മനുഷ്യമതമാണ്. ഹിന്ദു സംസ്കാരത്തിൽ ജനിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ അത് ലോകത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള മാനവരാശിക്ക് വേണ്ടി എഴുതിയിട്ടുള്ള കൃതിയാണ് ഭഗവത്ഗീത. അതാണ് ഗീതയുടെ മതം. അതാണ് കൃഷ്ണൻ പറയുന്നതും. നമുക്ക് ശ്ലോകത്തിലേക്ക് നോക്കാം. 31-ാം ശ്ലോകം, 3-ാമത്തേത്. യേ മേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവാം ശ്രദ്ധാവന്തോനുസൂയന്ത മുച്യന്തേ തേബി കർമ്മഭീ. ആരാണോ എന്ന് പറഞ്ഞാൽ ആരാവട്ടെ, ഹിന്ദുക്കൾ മാത്രമേ പാടുള്ളൂ, വിശ്വാസികൾ മാത്രമേ പാടുള്ളൂ എന്നൊന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. ഹൂവർ, ആരാവട്ടെ, നിങ്ങൾ ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ബുദ്ധനാവട്ടെ, ജൈനനാവട്ടെ, പാർസി ആവട്ടെ, സിഖ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ചൈനീസുകാരനാവട്ടെ, ആരാവട്ടെ, ഡസൻ മാറ്റർ, ആരായാലും കുഴപ്പമില്ല. മേ മതമിതം നിത്യം അനുതിഷ്ഠന്തി. എൻ്റെ ഈ മതം. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് മതം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് പറയാം, അല്ലാതെ കഴിക്കുമ്പോൾ മതി എന്ന് പറയുന്നതല്ല, ബുദ്ധി. അതായത് നമ്മുടെ ബുദ്ധിക്ക് ഉറപ്പുണ്ടാവണം എന്താണ് ജീവിതമെന്ന്. ഇപ്പം ഈ മതി എന്ന് പറയുന്നത്
നാം മനസ്സിലാക്കണം, സാധാരണ സ്കൂളിലും കോളേജിലും പഠിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ബുദ്ധിയല്ല ഇത് ആത്മബുദ്ധിയാണ്. മറ്റേതെല്ലാം പല വിഷയങ്ങളെക്കുറിച്ചുള്ള ഇൻഫോർമേറ്റീവ് നോളജാണ്. ഇത് സെൽഫ് നോളജാണ്. അവനവനെക്കുറിച്ചുള്ള, അവനവൻ്റെ നേച്ചറിനെക്കുറിച്ചുള്ള അറിവ്. ഇപ്പം താൻ ആരാണ്? താനെന്ന് പറയുന്ന അനന്തബോധശക്തിയിൽ നിന്നും ഉണരുന്ന ശക്തിയിൽ നിന്നാണ് ഏത് ചലനങ്ങളും രൂപപ്പെടുന്നത്. ശക്തി തന്നെ ഒരു ചലനമാണ്. അതിന് പ്രേരണ കൊടുക്കുന്ന ഒരു ശക്തി, അതും ശക്തി തന്നെയാണ്. അപ്പോൾ ഇവിടെ ശക്തിയിൽ നിന്നും വികസിച്ച് വന്നവരാണ് നാം എന്ന അടിസ്ഥാന ബോധം നമുക്ക് വേണം. അതല്ലേ ഫിസിക്സ് പഠിപ്പിക്കുന്നത്, എവറിത്തിങ് ഫോംഡ് ഔട്ട് ഓഫ് എനർജി എന്നാണ്. നാം ആണെങ്കിൽ ബോധശക്തി, കാരണം നമുക്ക് ബോധമുണ്ട്. ഒരു പുസ്തകവും എനർജിയിൽ നിന്നാണ് ഉണ്ടായത്, പക്ഷേ അതിന് ബോധമില്ല. നമുക്ക് ബോധമുണ്ട്. അപ്പോൾ ഈ ബോധശക്തിയിൽ നിന്നും വികസിച്ച് വന്നവരാണ് നാം. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? കാരണം എല്ലാം എനർജിയിൽ നിന്നാണ് ഉണ്ടായത്, രൂപപ്പെട്ടതെന്ന് ആധുനിക സയൻസ് തന്നെ തെളിയിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം അതിൽ നിന്നല്ല എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? സോ എവ്രിതിങ് ഫോംഡ് ഔട്ട് ഓഫ് എനർജി. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ. കാണുന്ന വസ്തുക്കൾ വികസിച്ച് വന്നിരിക്കുന്നത് അത് പ്രപഞ്ച ഊർജത്തിൽ നിന്നും, നാം വികസിച്ച് വന്നിരിക്കുന്നത് ബോധശക്തിയിൽ നിന്നും. കാരണം നമുക്ക് ബോധമുണ്ട്. ഈ ശരീരം വികസിച്ച് വന്നത് പ്രപഞ്ച ഊർജത്തിന്, അതുകൊണ്ടാണ് തിരിച്ച് പ്രപഞ്ച ഊർജത്തിലേക്ക് പോകുന്നത്. ഈ ശരീരത്തിലുള്ള വായുമണ്ഡലത്തിലേക്ക് പോകും, വെള്ളത്തിലേക്ക് പോകും. അതുപോലെ ഈ അസ്ഥിയും മറ്റും മണ്ണിലേക്ക് പോകും. മണ്ണെന്ന് പറയുന്നത് കുറേ കഴിഞ്ഞാൽ നമ്മളതിനെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ കെമിക്കൽസാണ്. ആ കെമിക്കൽസിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വ്യത്യസ്ത ഗ്യാസുകളാണ് ആ കെമിക്കലാവുന്നത്. അതിനെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മോളിക്യൂൾസായി. അത് കഴിഞ്ഞാൽ അതിൻ്റെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആറ്റങ്ങളായി. ആറ്റത്തെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ. പിന്നെയും അതിൻ്റെ പുറകോട്ട് പോകുമ്പോൾ ഈ ശക്തികളൊക്കെ അനന്ത ശക്തി ആയി നിൽക്കുന്നു. ചില നിയമങ്ങളെ അനുസരിച്ച് അത് രൂപങ്ങളായി മാറുന്നു. ഇപ്പം ഞാനും നിങ്ങളും അടിസ്ഥാനപരമായി ശക്തിയാണ്, ബോധശക്തിയാണ്. ആ ബോധശക്തി ആകുന്ന നാം ഈ അറിവ് നമ്മളിൽ ഉറപ്പിക്കണം. ആ ശക്തി കൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നാം 4 കാര്യങ്ങൾ കൃത്യമായി തീരുമാനിക്കണം, ഉറപ്പിച്ച് വയ്ക്കണം. ഒന്നാമത്തത്, നാം ശക്തിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ശക്തിയിലേക്ക് നമ്മളെ വികസിപ്പിക്കണം. കാരണം വികാസമുണ്ടാകുമ്പോഴാണ് ശക്തി അതിൻ്റെ ഉജ്ജ്വലത, അതിൻ്റെ തേജസ്, അതിൻ്റെ പ്രഭാവം കാണിക്കുന്നത്. കറണ്ട് ലൈറ്റായിട്ട് അങ്ങോട്ട് പ്രകാശിക്കുമ്പോഴാണ് നമുക്ക് ആ കറണ്ടിൻ്റെ മഹിമ മനസ്സിലാവുന്നത്. ഇതുപോലെ നമ്മുടെ ബുദ്ധി കൊണ്ട് തറഞ്ഞ് മനസ്സ് വികസിപ്പിക്കണം. ആ വികാസത്തിനാണ് നമുക്ക് ചില സാധനകൾ ആവശ്യമുള്ളത്. കൃത്യനിഷ്ഠ ജീവിതത്തിൽ വേണം, ചില അനുഷ്ഠാനങ്ങൾ വേണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ പ്രാണായാമം, പ്രണവോപാസന, ജപം, ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് വികസിക്കും. മനസ്സിനെ വികസിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ തന്നത്. സേവനം, ഇത്തരം കാര്യങ്ങൾ. ഇങ്ങനെ നമ്മുടെ മനസ്സും ബുദ്ധിയും വികസിപ്പിച്ച് ഒന്നാമത്തെ കാര്യം നാം ചെയ്യുമ്പോൾ, രണ്ടാമത്തത് അതെന്താണ്? ഈ വികാസം സംഭവിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചുറ്റുപാട് പലതരത്തിലുള്ള വിഷമങ്ങളും വേദനകളും അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് നാം വേണ്ടുന്ന സേവന സഹായങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിലുള്ള ദയ, കാരുണ്യം, വാത്സല്യം അത് വികസിച്ച് വരാൻ തുടങ്ങും. അത്തരം സദ്വികാരങ്ങൾ. പിന്നീട് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കുമ്പോൾ അവരുടെ മനസ്സും വികസിക്കുമ്പോൾ ഈ ഭൂമി തന്നെ വളരെ ശാന്തവും സ്വസ്ഥവും ആനന്ദവുമായി തീരും. നാലാമത്തെ ഒരു കാര്യം, നാം അങ്ങനെ സാധന അന്വേഷിക്കുന്നു, സേവനം ചെയ്യുന്നു, നമ്മൾ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നു. അങ്ങനെ കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു പാരസ്പരികത, പരസ്പരമായ ഒരു ഐക്യം, ഒത്തൊരുമ, സ്നേഹം രൂപപ്പെടുന്ന സമയത്ത് നാം അവസാനം മനസ്സിലാക്കുന്നു ഇതെല്ലാം ഒരേ ശക്തിയുടെ തന്നെ വിവിധ രൂപങ്ങളാണ് ഈ പ്രപഞ്ചമെന്ന്. ഒരേ ആകാശത്തിന് കീഴിൽ അനവധി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളെന്ന പോലെ
ഒരേ ശക്തിയിൽ നിന്നും രൂപപ്പെട്ട അനവധി രൂപങ്ങൾ. ഇവിടെ നാം എന്നും നിലനിൽക്കുന്നവരാണ്. കാരണം ഊർജത്തിന് നാശമില്ല, ഊർജത്തിന് എങ്ങോട്ടും പോവാനുമില്ല. ഇവിടെ തന്നെയാണ് നമ്മുടെ സ്വർഗം, ഇവിടെ തന്നെയാണ് നമ്മുടെ നിലനിൽപ്പ്, നാശമില്ലാത്ത നിലനിൽപ്പ്. നാം അമൃതസ്വരൂപമാണെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നു. ഇത്തരത്തിൽ നമ്മളെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന സംസ്കാരത്തെയാണ് കൃഷ്ണൻ മതം എന്ന് വിളിച്ചത്. ഇവിടെ നിങ്ങളെ സ്വർഗത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നില്ല, അവിടെ നിങ്ങൾക്ക് കള്ളും ഡാൻസ് പരിപാടിയും ഒന്നുമില്ല. എല്ലാം ഇവിടെ മനസ്സിൽ തന്നെയാണ്, ഈ ഒരു ഭൂമിയിൽ തന്നെയാണ്. നിങ്ങളൊന്നും അന്ധമായി അങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് പോകരുത്. കാരണം മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആവർത്തിച്ചാണ്, വീണ്ടും ഒന്നുകൂടി പറയണം, മരിച്ചു കഴിഞ്ഞാൽ ശരീരമില്ലെങ്കിൽ എന്ത് അവിടെ പോയി കാണാൻ പറ്റും, എന്ത് കുടിക്കാൻ പറ്റും, എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ശരീരം ഇവിടെ കഴിഞ്ഞു പോയി. ഇനി നിങ്ങൾ പറയണം, അല്ലല്ല ഞങ്ങളുടെ ബോധം ഉണർന്ന് അവിടെ ദൈവം ശരീരം തരുന്നു. നോക്കൂ, നിങ്ങൾ അങ്ങനെ അന്ധമായി വിശ്വസിക്കരുത്. ബോധത്തെ അവിടെ ചെന്ന് ഉണർത്താൻ, കാരണം മരിക്കുമ്പോൾ അബോധാവസ്ഥയിലാണ്, അവിടെ ചെന്നിട്ട് ദൈവം ബോധം ഉണർത്തുന്നതാണ്. ആ ദൈവം ക്രൂരനല്ലേ? മരിച്ചു കഴിഞ്ഞതിന് ശേഷം ബോധത്തെ ഉണർത്തുന്ന ദൈവത്തിന് എന്താ ജീവനോടുകൂടി ഇരിക്കുമ്പോൾ ബോധത്തെ ഉണർത്താൻ പറ്റാത്ത? അങ്ങനെയാണെങ്കിൽ എത്രയോ ആളുകൾ ഹോസ്പിറ്റലിൽ ബോധമുണരാതെ കിടക്കുന്നില്ലേ? അപ്പം അതൊക്കെ നമ്മൾ തെറ്റായി മനസ്സിലാക്കിയതാണ്. മരണാനന്തരം ഈ മനസ്സെന്ന് പറയുന്ന അബോധാവസ്ഥയിലാണ് വിട്ടുപോകുന്നത്. ശരീരം ഇവിടെ ദ്രവിച്ച് മണ്ണിലേക്ക് ചേരുകയും ചെയ്തു. പിന്നെ എന്ത് സ്വർഗം? ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഭഗവാൻ പറയണു, ഏമേ മതമിതം നിത്യം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, 4 കാര്യങ്ങൾ മറക്കരുത്. നാം അടിസ്ഥാനമായി ബോധഊർജമാണ്, എല്ലാം ഊർജമാണ്. പക്ഷേ കാണുന്നതെല്ലാം പ്രപഞ്ച ഊർജവും, നാം ബോധശക്തി, ബോധമുള്ളത് കൊണ്ട് ബോധഊർജവും. രണ്ടാമത്തത്, സേവന സഹായങ്ങൾ ചെയ്ത് മനസ്സിനെ വികസിപ്പിക്കണം. പിന്നെ നമ്മുടെ അനുഷ്ഠാനങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കണം. അതാണ് നമ്മുടെ കൃത്യനിഷ്ഠ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഉപാസനാദി സംസ്കാരങ്ങൾ എന്ന് മാത്രമല്ല, ഈ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്കും പ്രേരണയും പ്രചോദനവും കൊടുക്കണം. ഗായന്ത സ്മരന്ത സ്മാരയന്ത കഥയന്തശ്ചമാം നിത്യം എന്നൊക്കെ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലൊക്കെ പറയും. പരസ്പരം ഭാവയന്ത, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട്, ഭൗതികമായും ആത്മീയമായും മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ട് സഹായിച്ചുകൊണ്ട്. അങ്ങനെ മൂന്നാമത്തതും നാലാമത്തത്, നാം നാശമില്ലാത്തവരാണെന്ന്. ഇവിടെ തന്നെയാണ് നമ്മുടെ സ്വർഗം എന്ന്. മനസ്സ് വികസിക്കുന്ന മനസ്സിലാണ് സ്വർഗം, സങ്കുചിതമായ മനസ്സിലാണ് നരകം. ഇതും മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നു, അനുതിഷ്ഠന്തി മാനവ. ഇത് ആരാണോ അനുതിഷ്ഠന്തി, അവരവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത്, ശ്രദ്ധാവന്തോ, ശ്രദ്ധാലുക്കളായ അവർ, അനസൂയന്ത. അനസൂയന്ത എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരുടെ ബിസിനസ് അല്ല നോക്കുന്നത്. അവർക്ക് അസൂയ, വിദ്വേഷം, ഇത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ നോക്കുന്നത് അവരവരുടെ മാത്രം, മീൻസ് കാര്യം എന്നുള്ള അർത്ഥത്തിലല്ല, തെറ്റിദ്ധരിക്കരുത് ഈ വാക്ക് ഞാൻ പറയുമ്പോൾ, അവരവരുടെ ആത്മാർത്ഥത, അർപ്പണം. അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ അർപ്പണത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്യും. അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം, അങ്ങനെയല്ലത്. ഞാൻ എനിക്ക് കിട്ടിയ പ്രവൃത്തി മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമാവട്ടെ എന്നുള്ള ആത്മാർത്ഥതയോടെ, അർപ്പണത്തോടെ ചെയ്യുക. അപ്പോൾ നമുക്കവിടെ 2 ഭാവമാണ്. ഒന്ന് എൻ്റെ ആത്മാർത്ഥതയും, 2 അതിലൂടെ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു സന്തോഷവും സുഖവും. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്ന അവരന് സുഖത്തിനായി വരേണം എന്ന കാഴ്ചപ്പാടിൽ ആരാണോ ജീവിക്കുന്നത്, കർമ്മം ചെയ്യുന്നത്, തേബി കർമ്മഭി മുച്യന്തേ, അവരും അവരവരുടെ കർമ്മ സംസ്കാരങ്ങളിൽ നിന്നും മുച്യന്തേ എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മ സംസ്കാരം എന്ന് പറഞ്ഞാൽ, കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് അനുകൂലമായത് ആവണമെന്നില്ല. അനുകൂലമായാൽ പോലും നമുക്ക് ഒരു സ്വാർത്ഥത വരും. ഓ, നിങ്ങൾ ചെയ്ത് നന്നായിട്ടോ, അപ്പോൾ നമുക്കൊരു അഭിമാനം വരും. പക്ഷേ ഈ ഒരു അപ്രീഷിയേഷൻ ഒന്നും കിട്ടണമെന്നില്ല. നാളെ നമ്മൾ ചെയ്തത് അത്ര ഗംഭീരമാവണമെന്നില്ല. കാരണം ഇന്നത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ചില തരത്തിലുള്ള ദുരഭിമാനവും
ദുഃഖവും വിഷമമൊക്കെ വരാൻ സാധിക്കും. കാരണം അങ്ങനെയുള്ള ചുറ്റുപാടാണല്ലോ നമുക്കുള്ളത്. അപ്പം അതുകൊണ്ട് നാം ഇത്തരത്തിലുള്ള നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന സ്വാർത്ഥതയിലും അതുപോലെ തന്നെ വിഷമ പരിഭവ പ്രയാസങ്ങളിലൊന്നും കുരുങ്ങി നിൽക്കണ്ട. ഞാൻ ചെയ്തു എന്നുള്ള ദുരഭിമാനവും വേണ്ട, ഞാനിതൊക്കെ അനുഭവിക്കുന്നു എന്നുള്ള ദുഃഖവും വേണ്ട. പിന്നെ എന്നെ നിക്ഷിപ്തമായ കടമ കർത്തവ്യം ഞാനത് ഭംഗിയായിട്ട് നിറവേറ്റുന്നു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ഈ മാറ്റം വരുത്തുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പരിവർത്തനം അത്ര ഗംഭീരമായിരിക്കും. ഞാനീ പറയുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നും വലിയ വലിയ കാര്യങ്ങളാണ്, പക്ഷേ പ്രായോഗികമാക്കാൻ പറ്റുമോ എന്നുള്ളത്. അതെന്തുകൊണ്ട് പറ്റുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യം. പിന്നെ നമുക്ക് ആ തരത്തിലുള്ള വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും കിട്ടുന്നില്ല. ആറ്റിറ്റ്യൂഡിനല്ല പ്രാധാന്യം, വെറും ആക്ഷന് മാത്രമാണ്. നോക്കൂ, നമ്മൾ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരുടെ പെർസെൻറ്റ് വളരെ കുറവാണ്. ബാക്കിയുള്ളവരൊക്കെ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് പോലും ജോലി ചെയ്യുന്നവർ വളരെ കുറഞ്ഞു പോയി. കാരണം ഒന്നാമത് അവർക്ക് എന്തുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല. അതാണ് സത്യം. ഗവൺമെൻറ്റിൻ്റെ ജോലി അതാണ്. അവരെന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിക്ക് ഉള്ള കാര്യങ്ങൾ അവരെ വേണ്ട വിധത്തിൽ അവർക്കിങ്ങനെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണത് ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണത് പെട്ടെന്ന് പരിഹരിക്കേണ്ടത്. അപ്പം അതിനുള്ള കഴിവും ബുദ്ധിയും ഒക്കെ ഇങ്ങനെ നിരന്തരം പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നും വരിപ്പം വീട്ടിൽ അമ്മമാർ കുട്ടികളുടെ കൂടെ ഇരുന്ന് അവർക്ക് മാത്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, സയൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ കുട്ടി നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ ആ കാര്യത്തിൽ കുട്ടി വിജയിക്കും. സംഗീത ക്ലാസ്സിൽ പോയി തിരിച്ചു വരുന്ന കുട്ടി വീട്ടിൽ സാധകം ചെയ്യുന്നു. ആ നിരന്തര സാധകത്തിലാണ് കുട്ടിക്ക് ആ പാട്ട് വളരെ വഴങ്ങുന്നത്. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നല്ലേ. ഇതുപോലെ നമ്മുടെ ഗവൺമെൻറ് ഓഫീസിലിരിക്കുന്നവരൊക്കെ സത്യം പറഞ്ഞാൽ ഒരു പരീക്ഷ വെച്ച് നോക്കട്ടെ, ഗവൺമെൻറ് എത്ര പേര് അവരവരുടെ ജോലിയിൽ ശരിക്കും പറഞ്ഞാൽ യോഗ്യരാണ്. ഒരുപക്ഷെ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കും, പക്ഷേ ആ വർക്ക് ചെയ്യാൻ എഫിഷ്യൻസി ഉള്ളവർ എത്ര പേരുണ്ട്. നാം എഫിഷ്യൻസിക്കല്ല വാല്യൂ കൊടുത്തിരിക്കുന്നത്, കേവലം അവരുടെ ഡിഗ്രിക്കും അവരുടെ സീനിയോറിറ്റിക്കാണ്. സത്യത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പോളിസികൾ മാറ്റിയേ പറ്റുള്ളൂ. ഒന്നാമത്, ജോലിക്ക് സംവരണം കൊടുത്താലും ഒരിക്കലും അവർക്ക് പ്രൊമോഷൻ സംവരണത്തിലാവരുത്. ടെസ്റ്റുകൾ നടത്തണം, അവരെക്കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ ഉണ്ടാവണം. മറ്റുള്ളവർക്ക് ഇനി അവർക്ക് കിട്ടാവുന്ന ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആളെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക്, അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അവരെങ്ങനെ ഫയലുകൾ ഡീൽ ചെയ്യുന്നത്, അവരെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, അതിൽ കംപ്ലൈൻറ്റുകൾ വന്നിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ഫീഡ്ബാക്കുകളെ ബേസ് ചെയ്തിട്ട് വേണം പ്രൊമോഷൻ കൊടുക്കാൻ. അപ്പോഴാണ് ക്വാളിറ്റിയുള്ള ആളുകൾ മുകളിലേക്ക് വരിക. അപ്പം മറ്റുള്ളവരും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ പ്രായത്തിൻ്റെ പേരിലോ പ്രൊമോഷൻ കൊടുത്താൽ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നവൻ ചെയ്യില്ല. കാരണം ഞാനിതൊക്കെ എന്ത് ചെയ്തിട്ട് കാര്യം, അവിടെ പണിയെടുക്കാതെ രാഷ്ട്രീയവും പറഞ്ഞ് രാവിലെ തന്നെ സിന്ദാബാദം വിളിക്കുന്നവന് അവന് പ്രൊമോഷൻ, എനിക്കൊരു പ്രൊമോഷൻ. സത്യത്തിൽ ടാക്സ് കൊടുക്കുന്ന നാം ഈ ടാക്സ് ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കരുതെന്നുള്ള ഒരു പരിപാടികളൊക്കെ ഇനി ആസൂത്രണം ചെയ്യണം. കാരണം ഇവിടെ പലപ്പോഴും വേണ്ട രീതിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാത്തവർക്കാണ് ശമ്പളം കിട്ടുന്നെങ്കിൽ അത് നിർത്തണം. ആ പ്രക്രിയ ആത്മാർത്ഥതയ്ക്ക് തന്നെ പണം കൊടുക്കണം. അപ്പം അവരുടെ ആ കഴിവിനെ അവർ വികസിപ്പിച്ചു കൊണ്ടുവരാൻ ഒന്നുകിൽ ഗവൺമെൻറ് ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ട് പറയുക, ഈ കഴിവില്ലാത്തവരെ നമ്മൾ ഈ ഇലക്ഷനിലൊക്കെ ആളുകൾ തിരഞ്ഞെടുക്കുന്ന പോലെ അവരെ തിരിച്ചു വിളിക്കാനും നമുക്കൊരു അധികാരം കിട്ടുക. നമുക്ക് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കെതിരെ വോട്ടിട്ടുകൊണ്ട് ഒരു മന്ത്രി അയാൾ കൊള്ളരുതാത്ത ഒരാളാണ് എന്ന് ഇത്രയും പെർസെൻറ്റേജ് വോട്ട് ഒരു സംസ്ഥാനത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ അവിടെ ഭരിക്കരുതെന്നുള്ളൊരു നിയമം വരണം. പുതിയ പുതിയ സിസ്റ്റങ്ങൾ വരണം. ഇപ്പോൾ നോക്കൂ, നമ്മളെ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ഇതൊക്കെ. ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്താൽ അയാൾ മന്ത്രിയാക്കുന്നത് ഗവൺമെൻറ് അവരുടെ പാർട്ടിക്കാരാണ്. ആ മന്ത്രിയല്ല നമുക്ക് വേണ്ടതെങ്കിലോ അയാളെ അതുപോലെ തന്നെ മാറ്റാനുള്ള പ്രതികരിക്കാനുള്ള ഒരു സംവിധാനം അപ്പോഴല്ലേ ജനാധിപത്യമാകുന്നത്. ഇത് ജനാധിപത്യം, ഇത് ജനങ്ങളെ ഭരിക്കുന്ന സിസ്റ്റമാണിത്. ജനങ്ങളുടെ മുകളിൽ ആധിപത്യം ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ ജനാധിപത്യം. അല്ലാതെ ജനങ്ങളുടെ മേൽക്കോയ്മ അവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസം മാത്രമല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ കുറേ ഇൻഫർമേഷൻ ധരിക്കുന്നു എന്നല്ലാതെ
ട്രാൻസ്ഫോർമേഷൻ അവിടെ ഉണ്ടാകുന്നില്ല. ഇപ്പം ഇൻഫർമേഷനും ട്രാൻസ്ഫോർമേഷനും ഒരുമിച്ച് പോകണം. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ബുദ്ധിക്കും, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് മനസ്സിനുമാണ്. അപ്പം അങ്ങനെ ഭഗവാൻ പറയണു മതമിതം. അപ്പം മതം എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നതാണ് മതം. മതം എന്ന വാക്കിൻ്റെ അർത്ഥം 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. അറിവ്, അറിവിലധിഷ്ഠിതമായ അഭ്യാസം, പരിശീലനം. അപ്പം അതിൽ 2 പരിശീലനം, 1 സാധന, 2 സേവനം. 3ാമത്തത് അനുഭവം, അനുഭവജ്ഞാനം. അവസാനം നമ്മൾ ഉറപ്പിക്കണം, നാശമില്ലാത്തവരാണ്, നശിപ്പിക്കാൻ പറ്റാത്തവരാണ്, മരണമില്ലാത്തവരാണ് ആർക്കും. കാരണം ഊർജത്തിനെന്ത് മരണം? രൂപത്തിനേ മാറ്റമുള്ളൂ, ഊർജത്തിനെന്ത് മരണം? അപ്പോൾ നിങ്ങൾക്കെന്ത് മരണമുണ്ട്? അത് മനസ്സിലാക്കി ജീവിക്കാൻ തയ്യാറായാൽ പിന്നെ നിങ്ങൾ എവിടെ പോവും? ഇതാണ് മതം. അറിവ്, അഭ്യാസം, അനുഭവം. മറക്കരുത്, അറിവ്, അഭ്യാസം, അനുഭവം. ഇങ്ങനെയുള്ള ഒരു മതത്തെ നമ്മൾ അനുഷ്ഠിച്ച് നമ്മുടെ മനസ്സിനെ വികസിപ്പിച്ചുകൊണ്ട് നമ്മളിൽ നിക്ഷിപ്തമായ കർത്തവ്യങ്ങളെ, കടമകളെ ആത്മാർത്ഥതയോടെ, അർപ്പണത്തോടെ, ആദരവോടെ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിലാക്കിക്കൊണ്ട് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിച്ചാൽ ആ വ്യക്തികൾക്കുണ്ടാകുന്ന ഒരു മാനസിക സന്തോഷവും സംതൃപ്തിയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം അവർ കൃതാർത്ഥരാണ്. അവരാണ് ശരിക്കും സ്വർഗീയമായൊരു സുഖം അനുഭവിച്ച് ജീവിക്കുന്നത്. അവർക്ക് ടെൻഷനില്ല, സ്ട്രെസ്സില്ല. മറ്റുള്ളവരൊക്കെ ജോലി സ്ഥലത്ത് ടെൻഷനും സ്ട്രെസ്സും അനുഭവിക്കും. കാരണം അവരെന്താ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അറിവില്ല, അതെങ്ങനെ ചെയ്യണം എന്നുള്ള കഴിവില്ല. അങ്ങനെ അവർക്ക് അറിവും കഴിവും പകരാനൊരു സംവിധാനമില്ല. അപ്പോൾ പിന്നെ അവരിട്ട് ഫയലിട്ട് വയ്ക്കുക തന്നെ, കളിക്കുക തന്നെ. ഇപ്പുറത്തുനിന്ന് അപ്പുറത്തെ ടേബിളിലേക്ക് ഇരുന്നാൽ പിന്നെ അവർ ചെയ്തോട്ടെ എന്ന്. അവർക്കറിയാത്തതുകൊണ്ട് അവരിങ്ങോട്ട് തട്ടും. ഇതൊക്കെ പാവം ജനങ്ങൾ അറിയുന്നുണ്ടോ? ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ? അതാണ് ഗീത പഠിപ്പിക്കുന്ന ഒരു പരിവർത്തനത്തിൻ്റെ ശാസ്ത്രം. മനുഷ്യ മനസ്സിൽ പരിവർത്തനമുണ്ടാകണം. അപ്പോഴേ അവൻ്റെ ക്വാളിറ്റി പുറത്തു വരുള്ളൂ. ആ ക്വാളിറ്റിയുള്ളൊരു വ്യക്തിക്ക് നല്ലൊരു വ്യക്തിത്വമായി മാറാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇന്ന് ബുദ്ധിമുട്ടില്ല. കാരണം നിങ്ങൾ നോക്കൂ, സ്പോർട്സ്, അവിടെ നിങ്ങൾ ഈ സംവരണത്തിലും മറ്റുമൊക്കെ നാളെ റിക്രൂട്ട് ചെയ്ത് സ്പോർട്സ്മാൻ ആക്കും. നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് സ്പോർട്സ്മാൻ ആക്കാൻ പറ്റുമോ? സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷനാണ്. അവിടെ മത്സരത്തിൽ ആരെത്തുന്നു അവരാണ് മുന്നോട്ട് നീങ്ങുന്ന വിജയികൾ. അവിടെ ഒരിക്കലും സംവിധാനങ്ങളില്ല. അവിടെ കഴിവ് പ്രകടിപ്പിച്ചേ വരുള്ളൂ. കഴിവും അവരുടെ അറിവും സ്മാർട്ട്നെസ്സും. ഇതെല്ലാം സമന്വയിച്ചു കൊണ്ടൊരാൾ ഓടുന്നു ഒരു അത്ലറ്റിക് അതിന് കോമ്പറ്റീഷനിൽ. അവരുടെ ആ കഴിവാണ് അവരെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ നമ്മുടെയൊക്കെ ഈ ജോലി മുഴുവൻ ഒരുതരം കോമ്പറ്റിറ്റീവ് സ്പിരിറ്റിൽ ആളുകൾ എടുത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഗവൺമെൻറ് ട്രെയിനിങ് കൊടുത്തിരുന്നെങ്കിൽ അവിടെ അവർക്ക് കഴിവുണ്ടാകുമായിരുന്നു. എത്ര കഴിവോട് കൂടിയിട്ടൊരു കാര്യം സോൾവ് ചെയ്യുന്നുണ്ടോ അത്രയും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവും. എന്താണ് നാട് വികസിക്കാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കഴിവുള്ള ആളുകളെ അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, വെറും ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പേരിലാണ്. അപ്പം അത് മാറ്റണം. ആ സംവിധാനങ്ങൾ ആത്മാർത്ഥതയും അർപ്പണവും അറിവും കഴിവുമുള്ളവർ മുന്നോട്ട് വരുമ്പോഴാണ് ഈ രാജ്യം പുരോഗതി പ്രാപിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞത് എത്ര സത്യമാണ്. ഈ പറഞ്ഞതിൽ എത്രമാത്രം സത്യം എന്ന് നോക്കൂ. ഒരു എക്സ്റ്റേണൽ ഡെവലപ്മെൻറ്റ് വരുന്നത് ഇൻറ്റേർണൽ ഡെവലപ്മെൻറ്റിൽ നിന്നാണ്. ഇൻറ്റേർണലി ഡെവലപ്പ് ചെയ്യാത്തൊരു സമൂഹത്തിൽ എക്സ്റ്റേണൽ ഡെവലപ്മെൻ്റ് ഇല്ല. ഈ ഒരു കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം.